നേരത്തെ പറഞ്ഞ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അവരെ ഹിജറ 297 വർഷമാണ് വഫാത്ത്. അത്രയും പഴയ ആളാണ്. ഔസുൽ ആദം ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഉൾപ്പെടെയുള്ള മശായിഖിൻ്റെ മുഴുവൻ സിൽസില അവരിലൂടെയാണ് കടന്നു പോകുന്നത്. ആ 297 വഫാത്തായ ആ മഹാനർ, അവരുടെ റൂട്ടാണ് ശരിയായ റൂട്ട് എന്ന് ജമ്മുൽ ജവാമിയിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് പഠിപ്പിച്ചു. അല്ല, ഓതാൻ പോകുന്ന ആദ്യത്തെ വർഷം നുബദയിലൂടെ പഠിപ്പിച്ചു. ജമ്മുൽ ജവാമിയിൽ ഇമാം മഹല്ലി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് കാണാം. എന്താണ് അവരുടെ ത്വരീഖ്? അവർ പറഞ്ഞു, ഖാൽ ഇന്ന ത്വരീഖ ഇലല്ലാഹി തആല മസ്ദൂദുൻ അലാ ഖൽഖി ഇല്ലാ അലൽ മുഖ്തഫീന ആസാറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആശയം ഒരുപാട് വചനങ്ങളിലൂടെ പലതവണകളിലായി ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇന്ന ത്വരീഖ ഇലല്ലാഹി തആല, നിശ്ചയം അല്ലാഹു തആലയിലേക്ക് എത്തിപ്പെടാനുള്ള ശരിയായ റൂട്ട്, ത്വരീഖത്ത്, മസ്ദൂദുൻ അലാ ഖൽഖി, അല്ലാഹുവിൻ്റെ സൃഷ്ടികളാകുന്ന ജനങ്ങളുടെ പേരിൽ അടഞ്ഞു കിടക്കുകയാണ്. ഈ അടഞ്ഞു കിടന്നത് ആർക്കേ തുറന്നു കിട്ടൂ? ഇല്ലാ അലൽ മുഖ്തഫീന ആസാറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ കാൽപ്പാടുകളെയും പിന്തുടരുന്ന ആളുകൾക്കല്ലാതെ അത് തുറന്നു കിട്ടില്ല. മറ്റുള്ളവർക്ക് മുഴുവൻ അത് അടഞ്ഞ് പൂടിക്കിടക്കുകയാണ്. ഇല്ലാ അലൽ മുഖ്തഫീന ആസാറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപ്പാടുകളെ, അസറുകളെ മുഴുവൻ പിന്തുടരുന്ന നമുക്കറിയാം. ആസാറ റസൂലില്ലാഹി എന്ന് പറയുന്നത് ജമ്മുൻ മുഅറഫാണ്. ആസാറിനെ റസൂലില്ലാഹി എന്ന മാരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. അൽ ജമ്മുൽ മുഅറഫു യുഫീദുൽ ഉമൂമ. ജമ്മുൽ മുഅറഫ് സർവവ്യാപ്തിയെ, സാകല്യത്തെ അറിയിക്കും എന്നതാണ് ഉസൂലിയായ തത്വം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നൊഴിയാതെ മുഴുവൻ ആസാറിനെയും മുഴുവൻ സുന്നത്തിനെയും പിന്തുടരുന്നവർക്കാണ് ശരിയായ വിധം അല്ലാഹു തആലയിലേക്ക് എത്തിപ്പെടാനുള്ള ത്വരീഖ് തുറന്നു കിട്ടൂ എന്നവർ പറഞ്ഞു. അതേപോലെ അവർ പറഞ്ഞതായി മഹാന്മാർ റിവായ ചെയ്തിട്ടുണ്ട്. എന്ത്? മല്ലം യസ്മഇൽ ഹദീസ വലം യുജാലിസിൽ ഫുഖഹാ വലം യഖുദ് അദബഹു മിനൽ മുതഅദ്ദിബീൻ ഫഖദ് അഫ്സദ മൻ ഇത്തബഅഹു. ഉണ്ടോ? കള്ളത്വരീഖത്തുകാരെ പേപ്പിക്കും ചെയ്യും. അഥവാ നല്ല ചിന്തയായിരിക്കാം, ചിലപ്പോൾ നല്ല മനസ്സായിരിക്കാം, പക്ഷേ റൂട്ടിൽ പിഴവ് സംഭവിച്ചു. ലക്ഷ്യം നന്നായത് കൊണ്ടായില്ല. ലക്ഷ്യവും നന്നാവണം, റൂട്ടും ക്ലിയർ ആകണം, എന്നാലേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയൂ. കോഴിക്കോട്ടേക്ക് എത്തണം, അതിന് പാലക്കാട് ബസ്സിൽ കയറിയാൽ എത്ര ദ്വാരന്നിട്ടും കാര്യമില്ല, പാലക്കാട്ടേക്ക് എത്തുള്ളൂ, അല്ലേ? അതുകൊണ്ട് മൻ ലം യസ്മഇൽ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്നാണ് തസവൂഫിൻ്റെ തനിമ മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ടാണ് ഇമാം മഖ്ദൂമുൽ കബീർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇത് ലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില ഫി ഹാലിഹി വഫആലിഹി വമഖാലിഹി ഫതതബ്ബഅന്ന വതാബിഅൻ ലാ തഅദിലാ. ഇലാഹായ അല്ലാഹു തആലയിലേക്ക് എത്താൻ അല്ലാഹുവിനെ അറിയിച്ചു തരാൻ വഴിയില്ല. ആരെയും സമ്പൂർണമാക്കാനായി വന്ന
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ വാക്കിൽ, അവിടുത്തെ പ്രവർത്തനങ്ങളിൽ, അവിടുത്തെ സ്വഭാവ ഗുണങ്ങളിൽ മുഴുവൻ പിന്തുടരലല്ലാതെ അള്ളാഹുവിലേക്കെത്താൻ മാർഗമില്ല. അതുകൊണ്ട് തസവുഫ് ഉദ്ദേശിക്കുന്നവനെ നീ പഠിക്കണം. ഫതതബ്ബഅന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെ, തങ്ങളുടെ പെരുമാറ്റങ്ങൾ എന്തൊക്കെ, തങ്ങളുടെ ചലനങ്ങളും അടക്കങ്ങളും എങ്ങനെയൊക്കെ എന്ന് കൃത്യമായി പഠിച്ച് പരിശോധിച്ച് മനസ്സിലാക്കൽ തസവുഫ് ഉദ്ദേശിക്കുന്നവന് അനിവാര്യമാണ്. ലാ തഅദിലാ, തീരെ തന്നെ ഒരിക്കലും തങ്ങളുടെ ആ സ്വഭാവ ഗുണ പെരുമാറ്റ ചിട്ടചട്ടങ്ങളിൽ നിന്ന് നീ തെറ്റിപ്പോകരുത്. തെറ്റിയാൽ നിനക്ക് അള്ളാഹുവിലേക്കെത്താൻ കഴിയില്ല. റൂട്ട് റെഡിയാക്കണം. അതുകൊണ്ട് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, മല്ലം യസ്മഇൽ ഹദീസ, ഹദീസിനെ കേട്ടില്ലെങ്കിൽ, ഈ ഹദീസ് തസവുഫിന് ആവശ്യമായ ഹദീസ് പഠിക്കാൻ മഹാനായ മഖ്ദൂം തങ്ങൾ തന്നെ പ്രേരിപ്പിച്ചു. ത്വാലിഉ റിയാദസ് സ്വാലിഹീന വഅഹ്കിമൻ മാ ഫീഹി തഗ്ഫർ. റിയാദുസ് സ്വാലിഹീൻ നന്നായി പഠിക്കണം, റിയാദുസ് സ്വാലിഹീൻ നന്നായി മുത്താല ചെയ്യണം. അവ പറഞ്ഞത് എന്താണ്? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ ലം യസ്മഇൽ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കേട്ടില്ല, പഠിച്ചില്ല. സ്വന്തം പഠിക്കാനല്ല പറഞ്ഞത്, മൻ ലം യസ്മഇൽ ഹദീസ്. ആരിൽ നിന്ന് പഠിക്കണം? വായിച്ചാൽ പോരാ, ബുഖാരിയുടെ പരിഭാഷ വായിച്ചാൽ പോരാ, മറ്റ് പരിഭാഷകൾ വായിച്ചാൽ പോരാ. മൻ ലം യസ്മഇൽ ഹദീസ്, ശൈഖിൽ നിന്ന് കേൾക്കണം. നമ്മൾ അങ്ങനെയാണ്. സിഹാഉ സിത്ത നമ്മുടെ മശായിഖിൽ നിന്ന് കേട്ടു, മറ്റ് ഹദീസുകൾ നമ്മുടെ മശായിഖിൽ നിന്ന് കേട്ടു. സ്വന്തം വായിച്ച അറിവ് ഉണ്ടായാൽ പോരാ, അത് ഖൽബിൽ അത്ര തഅ്സീർ ചെയ്യില്ല, എഫക്റ്റ് കുറയും. മല്ലം യസ്മഇൽ ഹദീസ, ശ്രദ്ധിച്ചായിരിക്കണം. ജുനൈദുൽ ബഗ്ദാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞത്, ഹദീസ് ഗുരുനാഥനിൽ നിന്ന് കേട്ട് പഠിക്കണം. അത് കേട്ടില്ല. വലം യുജാലിസിൽ ഫുഖഹാ, ഫിഖ് അറിയുന്ന പണ്ഡിതന്മാരുടെ സദസ്സിൽ പങ്കെടുത്ത് അവരെടുത്ത് നിന്ന് ഓതിയിട്ട് ഫിഖ് പഠിച്ചില്ല, ഹദീസ് ശൈഖിൽ നിന്ന് കേട്ട് പഠിച്ചില്ല. വയുജാലിസിൽ ഫുഖഹാ, ഫുഖഹായിന്റെ കൂടെ സദസ്സിലിരുന്ന്, അവരുടെ ദർസിലിരുന്ന്, ക്ലാസ്സിലിരുന്ന് ഫിഖ് പഠിച്ചില്ല. വയഖുദ് അദബഹു, അവൻ ഉൾക്കൊള്ളേണ്ട കൈക്കൊള്ളേണ്ട അദബും മര്യാദയും ചിട്ടയും അവൻ പിടിച്ചില്ല. മിനൽ മുതഅദ്ദിബീൻ, ശരിയായി ആ അദബ് ഉൾക്കൊണ്ട, തസവുഫ് ഉൾക്കൊണ്ട, അദബ് തസവുഫാണല്ലോ, ആ തസവുഫ് ഉൾക്കൊണ്ടതായ ഗുരുനാഥന്മാരിൽ നിന്ന് പിടിച്ചില്ല. എന്നാൽ ഫഖദ് അഫ്സദ മൻ ഇത്തബഅഹു, അവൻ മോശമായി എന്ന് മാത്രമല്ല, അവന്റെ പിന്നാലെ കൂടിയവനെയും കൂടെ അവൻ മോശപ്പെടുത്തി, കേടുവരുത്തി. അല്ല, അപ്പോ ഉസ്താദുമാരിന്ന് ഫിഖ് പഠിച്ചില്ല, എവിടുന്നോ എന്തൊക്കെ കേട്ടത്, ആരൊക്കെ സനദില്ലാത്തവരെ പോയി കണ്ട് ഷെയ്ഖാക്കി. അങ്ങനെ ഉസ്താദുമാരെടുത്ത് ഫിഖും പഠിച്ചില്ല, ഹദീസ് ഉസ്താദുമാരെന്ന് കേട്ട് പഠിച്ചില്ല. ശരിയായ ഉസ്താദുമാരിൽ നിന്ന്, തസവുഫ് ഉൾക്കൊണ്ട ഉസ്താദുമാരിൽ നിന്ന് തസവുഫ് പഠിച്ചില്ലെങ്കിൽ ഫഖദ് അഫ്സദ മൻ ഇത്തബഅഹു, അവൻ്റെ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ടാവും. ചിലപ്പോൾ ആള് പിന്നാലെ കൂടും, നല്ല ദിക്റുകൾ ചൊല്ലിയേക്കും, പക്ഷേ അവൻ കേടുവന്നു എന്ന് മാത്രമല്ല, അവനെ പിന്തുടർന്നവരെയും കൂടി അവൻ കേടുവരുത്തിക്കളഞ്ഞു എന്ന് സയ്യിദു ഹാദിഹി ത്വായിഫ വ ഇമാമുഹും എന്ന് ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു ഇമാം ജുനൈദ് തങ്ങളുടെ തർജമ പറഞ്ഞപ്പോൾ പറഞ്ഞത്, സയ്യിദു ഹാദിഹി ത്വായിഫ, സൂഫിയത്ത് എന്ന ഈ ശരിയായ വിഭാഗത്തിൻ്റെ നേതാവും വ ഇമാമുഹും, അവരുടെ ഇമാമുമാണ് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ. അവർ പറയുന്നു, ഈ വിധം ഫിഖ് ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ അവൻ കോപ്പിരാട്ടികൾ കാണിച്ചതുകൊണ്ട് കാര്യമായില്ല, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് കാര്യമായില്ല, അവനെ പിന്തുടർന്നവരെയും കൂടി പിഴപ്പിക്കും. ഇമാം ഇബ്നു ഹജ്ജ് റളിയല്ലാഹു അൻഹു
അവിടുത്തെ അൽ മദ്ഖൽ എന്ന കിതാബിൽ പറഞ്ഞത് കാണാം. മുമ്പൊരാൾ ഒരു ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ച് ഇരുന്ന ആൾ ഒരു ദിവസങ്ങൾ കാണാതെയായി. കുറേ ദിവസം കാണാതെ ഉസ്താദ് അന്വേഷിച്ച് എവിടെ ആള്. അപ്പം കേട്ട് മൂപ്പര് ഇപ്പോൾ വലിയ ക്ലാസ്സും വലിയ ദിക്റാലക്കിയും ഒക്കെ നടത്തി എന്നും തഹജ്ജുദ് നിസ്കരിച്ചാൽ എല്ലാ രാത്രിയും സ്വർഗത്ത് പോണ ആളാണ്. ചില്ലറല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ ഒരീസല്ല, സ്വപ്നത്തിലല്ല, എന്നും രാത്രി തഹജ്ജുദിന് സ്വർഗത്ത് പോയി തഹജ്ജുദ് നിസ്കരിച്ച് വരണ മർത്തബീലെത്തിയാണ്. അങ്ങനെയൊക്കെ ആയോന്ന് ചോദിച്ചു. ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ ഇൽമായതുകൊണ്ട് സംഗതി കള്ളി തിരിഞ്ഞ് അന്ന് എനിക്കും അവനൊന്ന് കാണണമല്ലോ, ഇത്ര വലിയ മർത്തബീലെത്തിനെ കാണണ്ടേ. ഉസ്താദ് കാണാൻ പോയി. ഇവരൊക്കെ ചോദിച്ചു. അപ്പോൾ അതേപോലെ മൂപ്പർ പറഞ്ഞു, അൽഹംദുലില്ലാ ഉസ്താദെ വലിയ റായത്താണ്, എന്നിപ്പോൾ തഹജ്ജുദിന് സ്വർഗത്തേക്കാ പോകരുത്. അപ്പം ഇതെങ്ങനെ പോകരുതെന്ന് ചോദിച്ചു. അത് എല്ലാവരും ഉറങ്ങിയാലൊരു പക്ഷി എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരും. അങ്ങനെ ആ പക്ഷീൻ്റെ പുറത്ത് ഞാൻ കയറും, പോകും. സുബിയാകണേൻ്റെ മുമ്പ് ആ പക്ഷി എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കിയത്. എന്നാൽ ഇന്ന് എന്നൊന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. ഉസ്താദിന് മാരിഫത്ത് കൊണ്ട് ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഉസ്താദുമാരുടെ സിൽസില ഈ നൂലറുത്തു, ഈ നൂല് പൊട്ടിച്ചിട്ട് ഈ നൂല് കോർക്കണ്ടേ, അങ്ങനല്ലേ? മാലൻ്റെ നൂല് പൊട്ടിയാൽ പിന്നെ അതിൻ്റെ മുത്ത് പെറുക്കിയാൽ കിട്ടൂല. എങ്ങനെ തിരഞ്ഞു നോക്കിയാലും 2 കുറവുണ്ടാവും. 99 തേഞ്ഞിട്ടൂല, പിന്നല്ലേ 100 തേയ. എങ്ങനെ അടിച്ചു വരി നോക്കിയാലും കിട്ടൂല. അപ്പോൾ ഈ നൂല് പൊട്ടിയാൽ, നൂലറ്റാൽ പിന്നെ പ്രയാസമാണ്. നൂലറ്റിയില്ലെങ്കിലോ ഏതൊരു മണി വലിച്ചാലും എല്ലാ മണിയും കൂടെ അങ്ങനെ പോയിക്കോളും. ഇങ്ങനെ സുഖമുണ്ട്. ഇതാണ് ഉസ്താദുമാരുടെ ആ നൂലിൽ പരമ്പരാഗതമായി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ മുട്ടുന്ന അവിതർക്കിതമായ പരമ്പരയാണ് ഉസ്താദുമാരുടെ പരമ്പര. അപ്പോൾ നൂലറാതെ പോകാം. അതേസമയം ഇടയ്ക്ക് എവിടെന്നെങ്കിലും ഇങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മാറിയാൽ ഉള്ള സ്വീപ്പാണ്. അപ്പോൾ ഇദ്ദേഹം ഈ പാവല്ലേ, ആ പാവത്തിൻ്റെ കള്ളി പൊളിക്കണം, അവർക്ക് യഥാർത്ഥം ബോധ്യപ്പെടുത്തണമെന്ന് ഉസ്താദ് ഉദ്ദേശിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞെന്നാൽ ഇനിയും കൊണ്ടുപോകുമെന്ന് വെച്ചു. കൊണ്ടേക്കോളൂ ഉസ്താദ് അറിഞ്ഞു. അങ്ങനെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പക്ഷി വന്ന് രണ്ടാളും പക്ഷീൻ്റെ പുറത്ത് കയറി പറന്നിങ്ങനെ ചെന്ന് സ്വർഗത്തിലെത്തി. അല്ലാഹുവേ കണ്ടാൽ മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി അഹദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തെ വർണ്ണിച്ചിട്ടുണ്ടല്ലോ. ഈ ഭൂലോകത്ത് എത്ര വലിയ സുഖരസങ്ങൾ ആസ്വദിക്കാൻ കഴിഞ്ഞെങ്കിലും ഇവിടെയുള്ള ഒരു കണ്ണിനും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത വലിയ ആസ്വാദനമാണ് അവിടെയുള്ളത്. ഒരു കാതിനും കേൾക്കാൻ കഴിയാത്ത, ഒരു കൽബിനും ചിന്തിക്കാനോ ഊഹിക്കാനോ വരെ കഴിയാത്ത, മുഹാരിനെ സങ്കല്പിക്കാൻ കഴിഞ്ഞേക്കാം ആ സ്വർഗത്തിലെ അനുഭൂതികൾ, സുഖരസങ്ങൾ, സൗകര്യങ്ങൾ, ചിന്തിക്കാൻ ഊഹിക്കാൻ വരെ കഴിയാത്ത രസങ്ങൾ എന്ന് പറഞ്ഞ സ്വർഗത്തിൻ്റെ സ്വഭാവങ്ങൾ കാണുന്നു. അവിടെ ഇറങ്ങി നോക്കുമ്പോൾ എന്നാൽ നമ്മൾ നിസ്കരിച്ചല്ലോ ഉസ്താദേന്ന് വെച്ച് മനസ്സ് സ്വർഗത്തിൽ വരാതെ നിസ്കരിച്ചത്. സ്വർഗത്തിലെത്തിയിട്ട് പിന്നെ നിസ്കരിച്ചേ, ഞാൻ നിസ്കരിച്ചണം. ഞാൻ നിസ്കരിച്ചത് എന്തിനാ? സ്വർഗത്തിലെത്താൻ. ഇയാളെ കള്ളി വിളിക്കാനേ പറയണേ. നിസ്കരിച്ചണ അല്ലാഹു തആലാന്റെ റിള കിട്ടാനാണ് ശരിക്കും നിസ്കരിക്കണത്. സ്വർഗത്തിലെത്താനോ? സ്വർഗത്തിലെത്തിയാലല്ലേ റിള കിട്ടുക? നരകത്ത് പോയാൽ റിള കിട്ടുമോ? റിളുള്ള പോലെ ആക്കാനല്ലല്ലോ നരകം, റിളുള്ള പോലെ ആക്കാൻ സ്വർഗമല്ലേ. അതുകൊണ്ടല്ലേ സ്വർഗത്തിൻ്റെ ഹാസിനിൻ്റെ പേരെന്താ? റിളുവാനാണ്. അതെന്താ? അല്ലാഹു തആലയുടെ റിളുവാനിൻ്റെ ഭവനത്തിൻ്റെ ഹാസീനാണ്. അപ്പോൾ സ്വർഗത്തിലെത്തിയാൽ അല്ലാഹു തആലയുടെ റിള കിട്ടിയവർക്കൊക്കെ സ്വർഗത്തിലെത്താൻ പറ്റും. സ്വർഗത്തിലെത്താനാണ് നിസ്കരിച്ചത്. ഇനിയിപ്പോൾ സ്വർഗത്തിലെന്നിട്ട് പിന്നെ നിസ്കരിച്ചേ എനിക്കാവില്ല എന്ന് പറഞ്ഞു. പിന്നെ മൂപ്പരെന്നൊറ്റയ്ക്ക് നിസ്കരിച്ച്. ആര്? ഈ ഉസ്താദിനെ വിട്ടുപിരിഞ്ഞ് പോയ ഈ പുതിയ ശൈഖായ ശിഷ്യനല്ലേ, മൂപ്പരോട് നിസ്കരിച്ച്. കുറേ കഴിഞ്ഞപ്പോൾ സാധാരണ വരുന്ന നേരായപ്പോൾ ഈ പക്ഷി കൊണ്ടുപോകാൻ വന്നു. ഇത് നോവലല്ല, ഇബ്നു ഹാജ് തങ്ങൾ ഇവിടുത്തെ അൽ മദ്ഖലിൽ പറഞ്ഞാണ്. പക്ഷി കൊണ്ടുപോകാൻ വന്നത്. അപ്പോൾ എന്നാ ഉസ്താദ് കഴിഞ്ഞ് പോകല്ലേന്ന് വെച്ചു. സ്വർഗത്തിലെത്തിയ പുറത്തുക്കുകയെ ഞാൻ പോരുന്നില്ല. എന്ത് പറഞ്ഞിട്ടും ഉസ്താദ് പോരുന്നില്ല. ഇയാൾ പഠിച്ച പണിയൊക്കെ പറ്റി നോക്കി. അപ്പോൾ അത് ഉസ്താദ് ശിഷ്യനും തർക്കമായപ്പോൾ അത് നടക്കൂല, ഉസ്താദ് കള്ളി പൊളിച്ചിക്കണെന്നുള്ളത് ഈ ശൈത്താനാകുന്ന പക്ഷിക്ക് ബോധ്യപ്പെട്ട്. അവിടെ കണക്ക് പക്ഷി ശൈത്താനാണ്. പക്ഷി പറന്നുപോയി.
കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോണ്ട് ദുർഗന്ധം ഇങ്ങനെ വരണേ. അങ്ങനെ വെളിച്ചം വെച്ച് നോക്കുമ്പോൾ വലിയൊരു ടൗണാണ്. ആ ടൗണിൻ്റെ ബാക്കിലുള്ള വേസ്റ്റ് കുന്നുമേലാണ് ഇപ്പോൾ ഈ നിൽക്കാറ് നടക്കുന്നത്. ഈ വലിയ ടൗണിൻ്റെ ബാക്കിലുള്ള വേസ്റ്റ് കുന്നില്ലേ, ശൈത്താൻ മുസയ്യനാണല്ലോ. ഞാൻ തസീന് ചെയ്യുന്നെ ചെയ്യും, പല വേണ്ടാത്തരങ്ങളും വളരെ സൗന്ദര്യമുള്ളതായി അവതരിപ്പിക്കും, രസകരമായി ബോധ്യപ്പെടുത്തും, തോന്നിപ്പിക്കുമെന്ന് ശൈത്താൻ ശപഥം ചെയ്തത് ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ശൈത്താൻ ഇത് സ്വർഗമായി തോന്നിപ്പിച്ച്. ഉസ്താദ് നിൽക്കരിക്കാത്തത് ഇൽമു കൊണ്ടാ. ഇത് വേസ്റ്റ് കുന്നാണ്, നജസ് ഉണ്ടാവും, നിൽക്കാനും സഹിയാവൂല. ഇയാൾക്ക് ബോധ്യപ്പെട്ടു. അയാൾ മടങ്ങി. പിന്നെ ഉസ്താദിൻ്റെ ദർസിക്ക് തന്നെ വന്ന് അയാളെ പുതിയ ശൈഖിയത്ത് വിട്ട് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ വരെ കാണാം. നമുക്ക് മഹാനായ ശൈഖുന ബഹറുൽ ഉലൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പല അത്ഭുതങ്ങളും ഉണ്ടാവും. വിചാരിച്ച് ശൈഖാണെന്ന് വിചാരിക്കേണ്ട, പഠിപ്പിച്ചു. എങ്ങനെ പഠിപ്പിച്ചത്? ഒരു തവണ, ഒന്നിലധികം തവണ പറഞ്ഞ ഒരു സംഭവം പറയാം. സമയമില്ല, 8 മണിയല്ലോ. ഒരു തവണ പറഞ്ഞു ഷാ വലിയുല്ലാഹി ദഹ്ലവിൻ്റെ ഒരു കഥ. അവരെ പള്ളിക്കടുത്ത് ഒരു ഷെയ്ഖ് വന്നു. ബഹറുൽ ഉലൂം പറഞ്ഞെന്നാ. ഈ ഷെയ്ഖിൻ്റെ ലക്ഷ്യം ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞ ഈ വലിയ മുദല്ലിസും മുസന്നിഫും ആയ ഈ മഹാപണ്ഡിതനെ പിടിച്ചാൽ പിന്നെ എല്ലാവരും പിടിക്കാൻ കിട്ടും. അപ്പോൾ ഷെയ്ഖിൻ്റെ ലക്ഷ്യം ഷാ വലിയുല്ലാഹി ദഹ്ലവിനെ പിടിക്കലാണ്. ഭയങ്കര ഇബാദത്ത്, രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച നിസ്കാരം, പകലിൽ മുഴുവൻ നോമ്പ്, ജഗ പുക ദിക്റും പരിപാടി. അങ്ങനത്തെ ഒരു നല്ല മനുഷ്യനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ത്വരീക്കത്ത് വാങ്ങലും ജഗ പുക. ഇനി വരാത്തത് ആരെന്നെ ഉള്ളൂ? ഈ ഷെയ്ഖിൻ്റെ, കള്ള ഷെയ്ഖിൻ്റെ മുഖ്യ ലക്ഷ്യമായ ഷാ വലിയുല്ലാഹി ദഹ്ലവി വരാത്തുള്ളൂ. ആ മൂപ്പരെങ്ങനെ ചോദിക്കും. അപ്പോൾ ആൾക്കാരിങ്ങനെ പോയി പറയും, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദിക്ർ എന്തൊക്കെയാണെന്ന് ചോദിക്കും. ദിക്ർ നോക്കുമ്പോൾ നല്ല മുന്തിയ ദിക്റുകൾ, ശരിക്കും ഹദീസിൽ വാരിതായ നല്ല ദിക്റിനൊരു കുഴപ്പമില്ല. മൂപ്പരെ ജീവിതം എങ്ങനെ? മൂപ്പര് എന്നും നോൻപാണ്, രാത്രി ഉറങ്ങാതെ നിൽക്കാറാണ്. അപ്പോൾ ഷാ വലിയുല്ലാഹി ദഹ്ലവി ഒരു ദിവസം രാവിലെ സുബഹിൻ്റെ ശേഷം പോയി നോക്കി. അപ്പോൾ ചെന്ന് ദിക്റൊക്കെ പറഞ്ഞെടുത്ത് വെച്ചാൽ ഇജാസത്ത് തരണമെങ്കിൽ ഇത് കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് സൂക്ഷിച്ച് നോക്കിയപ്പോൾ സംഗതി ലഹരി പദാർത്ഥമാണ്, മദ്യമാണ്. ഞാൻ കുടിക്കൂല, ഇത് നസ്സ് കൊണ്ട് ഹറാമാക്കപ്പെട്ടതാണ്, ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞു. ഷാ വലിയുല്ലാഹി ദഹ്ലവി ആരോട് പറഞ്ഞു? ഷെയ്ഖിനോട് പറഞ്ഞു. എനിക്കെൻ്റെ ത്വരീഖത്തില്ല, വേണ്ട എന്ന് പറഞ്ഞ് മൂപ്പര് പോന്ന്. അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. സ്വപ്നം തെളിവ് എന്നുള്ള നിലക്കല്ല പറയുന്നത്, ഈ വാക്കിയത്ത് പറയാണ്. സ്വപ്നം കണ്ടു. അപ്പോൾ ഒരു റൂമിനുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. പക്ഷെ ആ റൂമിൻ്റെ പുറത്ത് ഈ പറഞ്ഞ ഈ മദ്യം കൊടുത്ത ഷെയ്ഖുണ്ട്. ഈ ഷെയ്ഖ് ഷാ വലിയുല്ലാഹി ദഹ്ലവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള റൂമിലേക്ക് കയറുന്നതിന് തടയുന്നു. അപ്പോൾ ഉറപ്പായല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ഷെയ്ഖ് മുഖേന എത്താൻ കഴിയും. ഉറപ്പായില്ലേ? ഉറപ്പായി. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട. പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്ത് ഷാ വലിയുല്ലാഹി ദഹ്ലവി ഷെയ്ഖിൻ്റെ അടുത്ത് പോയി. അപ്പോഴും ഇതേപോലെ അനുഭവം. ഇജാസത്ത് തരണമെങ്കിൽ ഇത് കുടിക്കണം. അത് ഞാൻ കുടിക്കൂല, നസ്സ് കൊണ്ട് ഹറാമാക്കപ്പെട്ടതാണ്, കുടിക്കൂല അറിഞ്ഞ്. എനിക്ക് ത്വരീഖത്തില്ല പോകുന്നു. അന്നും സ്വപ്നം കണ്ട്. സംഗതി വേറെ ആരെങ്കിലും ആണെങ്കിൽ ആദ്യത്തെ സ്വപ്നം കൊണ്ട് ഉറപ്പായി ഇത് ശരിയാണ്. ഇനിയിപ്പോൾ കള്ളുടിക്കൽ ഹറാമില്ല, ഷെയ്ഖ് പറഞ്ഞാൽ ഹറാമില്ല എന്നാണ് മനസ്സിലാവൂലേ? ഷെയ്ഖ് പറഞ്ഞാൽ കള്ളുടിക്കൽ ഹറാമില്ല എന്നാണ് മനസ്സിലായി. എന്താ ഇപ്പോൾ കാട്ടുക? മനസ്സിലാവും. പക്ഷേ മൂപ്പരെ ഇൽമ കൊണ്ട്, മാരിഫത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പിറ്റേന്ന് സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോൾ ഈ ഷെയ്ഖ് ഇതേപോലെ തടയുന്നു, റൂമിലേക്ക് കയറാൻ സമ്മതിക്കണില്ല. അവിടെ നിന്നാണ്ട് കരഞ്ഞ് ഷാ വലിയുല്ലാഹ്. കരഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പുറത്ത് വന്ന്, എന്ത് ഈ കരയാണ്? ഈ ഷെയ്ഖ് എന്നെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കയറാൻ അനുവദിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് ഹബ് യാ കെൽബ് എന്ന് പറഞ്ഞിട്ട് ശൈഖുനെ ഒരടിയാണ് കൊടുത്താൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഷാ വലിയുല്ലാഹിക്ക് കയറാൻ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ ഷെയ്ഖും കാണാനില്ല, ഷെയ്ഖിൻ്റെ ആ വെച്ചട്ടിപ്പരെയും കാണാനില്ല. അപ്പോൾ അപ്പുറത്തൊരു ചായക്കടക്കാരുണ്ട്, അയാളോട് ചോദിച്ചു ഇവിടുത്തെ ഷെയ്ഖോടെ പോയി. അറിയില്ല. ഇപ്പോൾ വല്ല നായറ്റ പോകണ കണ്ടീന, ഒരു നായ ഇവിടെ നിന്ന് പായണ കണ്ടീനി അറിഞ്ഞ്. ശരിയല്ലേ? ഈ വിധത്തിൽ പല അത്ഭുതങ്ങളും തോന്നിപ്പിക്കാൻ ശൈത്താന് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മശായിഖാകട്ടെ ഇസ്തിഖാമത്ത് അഅ്ളമുൽ കറാമാത്തി അലിസ്തിഖാമത്തു എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. സയ്യിദി അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹു പലതവണ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൻ വഹബഹുല്ലാഹുൽ ഇസ്തിഖാമ, ആർക്കെങ്കിലും അല്ലാഹു തആല ഇസ്തിഖാമത്ത് നൽകിയാൽ, ഓശാരമായി നൽകിയാൽ. ഇസ്തിഖാമത്ത് എന്താ? വളരെ ചൊവ്വായി ഒരു വളവും തിരിവും ഇല്ലാതെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന വിശ്വാസം, ആദർശം, അത്തരത്തിലുള്ള കർമ്മങ്ങൾ, അത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ, അങ്ങനെ നേരായ ജീവിതം, ഒരു പിഴവുമില്ല, അബദ്ധവുമില്ല, കറാഹത്തുമില്ല, ഹറാമുമില്ല, ഇങ്ങനെയുള്ള ചൊവ്വായ ജീവിതം ഇതൊരാൾക്ക് അല്ലാഹു തആല കൊടുത്താൽ ഫഖദ് വഹബഹു അഅ്ളമ മിനൽ മശീ ഫിൽ ഹവാ, അന്തരീക്ഷത്തിലൂടെ വായുമണ്ഡലത്തിലൂടെ പറക്കാൻ അവസരം കൊടുത്താൽ, വിമാനത്തിലല്ല, താനെ വായുമണ്ഡലത്തിലൂടെ പറവകൾ പറക്കും പോലെ പറക്കാനുള്ള കറാമത്ത്, അത്ഭുത സിദ്ധി കൊടുത്താൽ അതിനേക്കാൾ വലിയ കറാമത്താണ്, വലിയ അനുഗ്രഹമാണ് ഇസ്തിഖാമത്ത്. അല്ലദീ ഹുവ അഅ്ളമു മിനൽ മശീ അലൽ മാ, വായുമണ്ഡലത്തിലൂടെ പറക്കാനുള്ള കഴിവ് എന്നത് വെള്ളത്തിൻ്റെ മുകളിലൂടെ, വെള്ളത്തിൽ മുങ്ങാതെ താവാതെ നടക്കാൻ കഴിവ് കൊടുക്കുന്നതിനേക്കാൾ വലുതാണ് അന്തരീക്ഷത്തിലൂടെ പറക്കാനുള്ള കഴിവ്. എന്നാൽ ഇത് രണ്ടിനെക്കാണയും വലിയ അനുഗ്രഹമാണ്, വലിയ ബഹുമാനമാണ് ഇസ്തിഖാമത്ത്. ശരിയായി പൂർണ്ണമായി ദീനുൽ ഇസ്ലാം പാലിച്ച് ജീവിക്കാനുള്ള കഴിവ്, ഭാഗ്യമെന്നത്. അതുകൊണ്ടാണ് അഅ്ളമുൽ കറാമാത്തി അൽ ഇസ്തിഖാമ എന്ന് മഹാന്മാർ പഠിപ്പിച്ചത്. ഫത്ഹുൽ ബാരി നോക്കിയാൽ കാണാം, കറാമത്തുകളിൽ ഏറ്റവും ഗംഭീരമായ കറാമത്ത് ഇസ്തിഖാമത്താണ്. ഇതുള്ളവരാണ് നമ്മുടെ മശായിഖ്. അവർ ചിലപ്പോൾ അത്ഭുത സിദ്ധികൾ പ്രകടിപ്പിച്ചാൽ അവരുടെ തസ്നീഫ് മുടങ്ങും, അവരുടെ തദ്രീസ് മുടങ്ങും, ദർസ് മുടങ്ങും, ആളുകൾ വരും, ദർസ് മുടങ്ങും. ഇതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് അങ്ങനെ ഒരു കഴിവ് പ്രകടിപ്പിക്കേണ്ടി വരാത്ത സമയത്ത് പ്രകടിപ്പിക്കാതിരിക്കാനും കഴിവ് കൊടുത്തതാണ്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം നമുക്കറിയാമല്ലോ. അവർ ഖുതുബ് സ്ഥാനം പുറത്ത് ബോധ്യപ്പെട്ടപ്പോൾ മറച്ചു വെക്കാനായിരുന്നു കൽപ്പിച്ചത്. മിണ്ടരുത്, മിണ്ടിയാൽ നിന്റെ വിലായത്ത് ഞാൻ ഊരിക്കളയും എന്നുവരെ പറഞ്ഞ സംഭവം. ഈ വിധത്തിലാണ് നമ്മുടെ ഉസ്താദുമാരുടെ റൂട്ട്. അവരുടെ മനസ്സാണ് ഏറ്റവും ക്ലിയറായത്, അവരുടെ ജീവിതമാണ് ക്ലിയറായത്, അവർക്കാണ് വറവുള്ളത്.